This is not Indian, it's from Morocco. It's Moroccan but hiding under Indian passport. To dinner. Tunisia, Belgium. Morning everyone. So നമ്മൾ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നലത്തെ ദിവസം വെൽ സ്പെൻഡ്. രണ്ടാമത്തെ ദിവസം നമ്മൾ ഉറങ്ങി എഴുന്നേറ്റു, ബ്രേക്ക്ഫാസ്റ്റിന് വന്നു. ഇന്നലെ ഉറങ്ങാൻ ലേറ്റായി. പിന്നെ ഇന്ന് വേറെ സ്ഥലത്ത് നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കുടിക്കാന്ന് വെച്ചാൽ ഉറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ നിന്ന് ഒരു ഹോട്ടലിൽ നിന്ന് തന്നെ അവരെ തന്നെ ഹോം മെയ്ഡ് ബ്രേക്ക്ഫാസ്റ്റ്. ഇന്നലത്തെ തന്നെ സെയിം ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നമുക്കിനി വേറെ ട്രൈ ചെയ്യാനുള്ള സമയമില്ല. സോ ഇന്ന് നമ്മൾ സെയിം ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ട്രൈ ചെയ്യും. ഞാൻ ഇന്നലെ മിൻറ്റി ആയിരുന്നു എടുത്തത്. സോ ടുഡേ ഇന്ന് കോഫി, നിബു സ്റ്റിൽ ഓൺ മിൻറ്റ്. സോ അതാണ് നല്ല സെറ്റപ്പ് സ്ഥലം. സെയിം ഓംലെറ്റ്, പൊറോട്ട പോലത്തെ സാധനം, ഈ ബ്രെഡ്, പിന്നെ ഈ ഒരു പീനട്ട് കൊണ്ട് ഉണ്ടാക്കിയ സാധനം, അതിൻ്റെ കൂടെ ഹണിയും ഉണ്ട്. സെയിം. ഇത് ഭയങ്കര രസം കേട്ടോ. ഇത് നമ്മളിപ്പോൾ എന്തിൻ്റെ കൂടെ തന്നെ ഗ്രേവി ആയിട്ട് മുക്കി കഴിക്കുന്ന സമയത്ത് അടിപൊളിയാണ്. ചീഞ്ഞ മുട്ടയോ? പിന്നെ മുട്ട, അതെല്ലാവർക്കും അറിയാം. പിന്നെ ഓംലെറ്റ്, അത് പിന്നെ ഇൻ്റർനാഷണൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഭാഗമാണത്. അതെ, പ്രോട്ടീൻ. സോ ഇത് കഴിച്ച് നമ്മൾ ഒരു കുളിയൊക്കെ പാസ്സാക്കി. വെള്ളിയാഴ്ചയാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ പള്ളിയുണ്ട്. ഇവിടുന്ന് തന്നെ ജുമാ സ്കരിക്കേണ്ടായിരുന്നു. ഇങ്ങനെയാണെങ്കിൽ 12 മണിക്ക് ചെക്ക് ഔട്ടാണ്. ഈ ഇവിടുത്തെ ഇന്നും കൂടെ ഉള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ചെക്ക് ഔട്ട് ചെയ്ത് സാധനങ്ങളൊക്കെ നമ്മൾ വണ്ടി കയറ്റി നമ്മൾ ഇന്ന് പോകുന്നത് തസകൂത്ത്. കറക്റ്റ് പ്രൊണൗൺസ് ചെയ്യാൻ അറിയില്ല. തഗസൂത്ത്. ഇന്നലെ പോയത് അതും കുറച്ച് പ്രൊണൗൺസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ അടിപൊളി പ്ലേസ് ആട്ടോ. അയ്യോ, ഒന്നും പറയാനില്ല. എൻ്റെ വീഡിയോ വന്ന് ഈ വീഡിയോക്ക് മുമ്പ് ആ വീഡിയോ വരും. സോ ഈ ഇങ്ങനെ അടുത്ത് നൈസായിട്ട് ഇതിങ്ങനെ ഈ ഒരു ഗ്രേവിയിൽ മുക്കിയിട്ട് സോ നമ്മൾ റൂം 2 ദിവസം അവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് ഇറങ്ങി. റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള പള്ളിയിൽ ജുമാക്ക് വന്നിട്ടുണ്ട്. പള്ളി കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ സമയം 1:30 മണി. 2:15 ജുമ. നല്ല പള്ളി കേട്ടോ. സോ പള്ളി കഴിഞ്ഞ് ഇറങ്ങി ഭക്ഷണം കഴിക്കണം. എന്നിട്ട് നമ്മൾ വിചാരിച്ച ലൊക്കേഷനിലേക്ക് പോകണം. പക്ഷേ ജുമക്ക് മുമ്പ് അറബിയിലെ ഖുത്ബ, അതിന് മുമ്പ് ഗ്രൂപ്പായിട്ട് ഖുർആൻ പാരായണം. അല്ലാണ്ട് നമ്മൾ കുറേ കാലത്തിന് ശേഷം ഇങ്ങനെയുള്ളൊരു ജുമ ഇവിടുന്ന് ഞാൻ എൻ്റെ നാട്ടിലൊക്കെ മഹലിലൊക്കെ കൂടിയൊരു ഫീലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ജുമക്ക് മുമ്പ് അനാവശ്യമായിട്ടുള്ള പൊളിറ്റിക്സ് സംസാരിക്കുക മിമ്പർമിൽ നിന്ന്, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നല്ല റാഹത്തായി, നല്ല തൃപ്തിയായി. നമ്മളിപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനി തസാഗുത്ത് അങ്ങനെ എന്തോ പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഒരുപാടുണ്ട്. എൻ്റെ ഉമ്മാനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക.
ഇതാണ് നമ്മൾ പറഞ്ഞ തഗസൂദ്. ഇന്നത്തെ പ്ലേസ് അല്ലേ? ഇവിടെ പാർക്ക് ചെയ്തൂടെ? നമ്മളിവിടെ തഗസൂദിലെത്തി. സ്ഥലം കണ്ടോ? ഇതാണ് തഗസൂദിൻ്റെ മെയിൻ ടൗൺ. വേറെ സ്ഥലം ഇന്ന് കുറച്ച് തിരക്കുണ്ട്. ഇവിടെ വീക്കെൻഡ് ഫ്രൈഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യും. സോ ഇത് കാണാം, ജനങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ട് ഇവിടെ. നുസ് ഈ ഒരു സാധനം കുടിച്ചല്ലേ, ഇത് ഒരു ദിവസം വേണ്ട മൊത്തം എനർജി ഇതിലുണ്ട്. നുസ് ഇത് രസമല്ല. ഇവിടുത്തെ മതിലുകളും ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗമൊക്കെ ഇവരിങ്ങനെ ഓരോ ആർട്ട്, നല്ല ഭംഗിയുള്ള പെയിൻറ്റിങ്സൊക്കെ കൊടുത്തിട്ട് വളരെ മനോഹരമാക്കിയിരിക്കുകയാണ്. അവിടെ ഒരുപാട് വലിയൊരു കച്ചവടക്കാരുണ്ട്. തഗസൂദ് ഈസ് ബ്ലൂ. അത് ശരി, നമ്മളിങ്ങനെ നടന്നിട്ട് അങ്ങനെ വന്നു. അഷ്റഫ് ഹക്കീം ഇതാ മുന്നിൽ പോകുന്നുണ്ട്. ഇംഗ്ലീഷുകാരനാണെന്ന് തോന്നുന്നു, ബ്ലോണ്ട് അഷ്റഫ് ഹക്കീം. ഇതൊന്ന് പിടിച്ചാ, എൻ്റെ ലൈസ് ഒന്നും എടുക്കാം. അല്ല ലോണ തഗസൂദ് എങ്ങനെയുണ്ട്? കണ്ടിട്ടില്ല, ഓ നല്ല കിടിലൻ സ്ഥലം. ഇതാണ് തഗസൂദ് ബീച്ച്. പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. സോറി. സോ തഗസൂദ് ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ.
ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല. നിബ്രാസ് ഒന്ന് ടയേർഡായി. നമ്മളൊരു ഇപ്പം നേരത്തെ കണ്ട കഫേ കയറി ഒരു കോഫി, വീണ്ടും നുസ് പിന്നെ ഡെസേർട്ടും ചെറിയൊരു ഡെസേർട്ടും കഴിച്ചു. തിരിച്ച് വണ്ടിയിലേക്ക് പോവാണ്. നമ്മളെ അവസാനത്തെ നൈറ്റ്, ലാസ്റ്റ് ദിവസത്തെ സ്റ്റേ ഇവിടെയാണ്. നമുക്ക് ഈ ഗല്ലി കാണാം, ഒക്കെ ലോക്കൽ ഏരിയ. Oh, that's cool. Yeah. How is called? DJ. Cosmo Poco 4. DJ Cosmo Pocket 4. 4 or 3? It's 4. Can we switch because I have 4 but it's not working? Because the water from the sea, it's been touched by the water of the sea. This creator combo. Hello! It's like a 4K. This is not Indian, it's from Morocco. It's Moroccan but hiding under Indian passport. Same for him, he's from Saudi Arabia, but he claimed to be Indian. Welcome brothers, welcome. Atmosphere is really nice. It's really nice. You are a champ. Thank you. You're from brother? Italy. Italy. He's the most sweetest guy you will meet from Italy. Hiya. Italia. Ciao. So you're from India. Yani, I'm come from Dubai. He's from England. Because we are Indians. But he wow, their face looks like Moroccan, really. Oh, that's cool. Yeah, it's beautiful. It's cool. You can fit everywhere. And do you speak Arabic, mashallah? Yes. Yeah, احنا موجود 4.5 سنة في دبي. ما شاء الله. الحمد لله ما شاء الله. مرحبا بكم. مرحبا بكم. Beautiful. The first person I guess I met from Dubai. Dubai? Actually, never met anybody from Dubai. Alaikum salam. Sorry. So yeah, maybe I don't know. 200. Okay. I said 200. ഞാൻ നിൻ്റെ ചോദിച്ചാ. Yeah, no problem. This is the couscous, Moroccan couscous. Welcome guys, you're very welcome. Thank you very much. Oh, that's it guys. നല്ല ആൾക്കാർ കേട്ടോ, നല്ല അടിപൊളി ആൾക്കാർ, നല്ല വാം വെൽക്കം. എൻ്റെ ഇവിടെ Do you have also 200 more? Can I send you more? Yes, because ടു ഡിന്നർ okay, yes. No, I'm കുസ്കുസ്. Buongiorno. കുസ്കുസ് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഉപ്മാവ് പോലെയാണ്. ഇപ്പം ഇത് മീറ്റ് കുസ്കുസ് ആണ്. അതിൽ വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ ബോയിൽ ചെയ്ത് ഇതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. നമ്മൾ ഇവരുടെ കൂടെ ശരിക്കും ഇരുന്ന് ഭക്ഷണം കഴിക്കേണ്ടതായിരുന്നു. പക്ഷേങ്കിൽ ഇവിടെ എത്താൻ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ കഴിക്കാനൊക്കെ കുറച്ചും കൂടെ അടുത്ത് വെച്ചാൽ താത്തായിട്ട് കഴിക്കാം. أول In the room first and come. ഇപ്പോഴത്തെ മനസ്സിലാവും എനിക്ക് അറബി മനസ്സിലാവും. And the one is checking. കാണുന്നില്ല. പൂച്ച സർ ഫ്രം മൊറോക്കോ. Ciao everyone. താങ്ക് യു. സീ യു. നൈസ് ടു മീറ്റ് യു. Ciao. പാവം എന്താ കൊടുക്കാനാടാ നീ കൊടുക്കാൻ പറ്റും. പക്ഷേ ക്ലീനസ്റ്റ് ഉണ്ട്. അതാണ് പ്രശ്നം. പാത്രം കിട്ടിക്കണേ നോക്കൂ. കണ്ണീര് വരുന്നുണ്ടോ? പൂച്ച സാർ ഇവിടെ അടുത്ത ആൾ വന്നിട്ടുണ്ട് മോനെ. ഇവിടെയുള്ള ആൾക്കാരെ വളരെ ഫ്രണ്ട്ലി ആണ്. Tunisia, Belgium. ഭാഗമായിട്ട് Because കൂടെ there's always conflict, you know, when Belgium play against Morocco, Algeria, Tunisia. You know, there's conflict. 2-0 in Brussels. You remember You support 2-0? always Belgium, I think. Huh? Not supporting Tunisia. Yeah, but Yeah, I know the difference between Yes. Morocco, Algeria, Tunisia. You always support. You don't support Tunisia. no, we support. This is a rival. This is a rivalry. No, we support Algeria, we support Tunisia in football, but not when we play against, or not when they are Which one you gonna play? win a champion. No, you know. African League, coming for Yeah, no, African League, it's don't normal, you know. Sometimes even the same cities they hit each other like a derby. The You biggest know? match is coming. The Brazil against Morocco. Biggest match. In Morocco, Brazil. Yeah. I think it will be a nice match as well. Inshallah, we win. We miss always.
Why would you support Argentina? Lionel Messi fan. For Messi, yeah, in Morocco, everyone is Madrid fan. Madrid or Barcelona, yes. A lot, Madrid or Barcelona. We Have you been to Marrakesh? No, we skipped Marrakesh. Skip Marrakesh. You first time in Morocco, both of you? I did it 2 years ago. Same, Marrakesh. me as well. 2 years ago, 2024. No. I stayed in Marrakesh for 2-3 days. Now this time no Marrakesh. No Marrakesh. Yeah, one time is enough. Yeah. Landed in Tanger, that's a city. Chefchaouen, you know it, it's a blue city. It's up in the north, yeah. It's up in the north, yeah. Then we went to Fes, Ifran, Kinifra, Beni Mellal, stuff like that. Then our high, hoe zeg je, hoogtepunt? Like the reason why we came was for climbing the Mount Toubkal. Stupkal, the highest Tupkal, mountain in okay. Mountain. Highest mountain, okay. So you always do the hitchhiking? Or you travelers like that? വേറെ ഇവിടെ 10 ദിവസമായി For me, ഹിച്ച് it ഹൈക്കേഴ്സ് was ആണ് also അവർ അധികവും first time ലിഫ്റ്റ് to അടിച്ചിട്ടൊക്കെയാണ് പിന്നെ Yeah, ചുരുക്കം but ചില I'm സമയത്ത് more മാത്രമാണ് hiking ബസ്സിലും guy, ട്രെയിനിലും so I don't take വന്നതെന്ന് cars or പറയുന്നത് taxis or യാത്ര stuff like that. ചെയ്തതെന്ന് I'm പറഞ്ഞത് just staying അതിൻ്റെ in ഇടയ്ക്ക് ഇവർക്ക് mountains, കുറേ but it was very ലോക്കൽ nice. കൾച്ചറൽ I did it before, എക്സ്പീരിയൻസ് but നല്ല not രീതിയിൽ in കിട്ടിയിട്ടുണ്ട് this way. Like ഒരുപാട് ഇവർ എക്സ്പീരിയൻസ് ഒരുപാട് ഇപ്പോൾ more ഇവർ പറഞ്ഞു ഇവർ uh, ഏതോ ഒരു സ്ഥലത്ത് when I ഒരു had to വീട്ടുകാർ go ഇവരെ in, വിളിച്ച് for example, ഫ്രീ ആയിട്ട് I ഫുഡൊക്കെ went to കൊടുത്തെന്നൊക്കെ Indonesia. പറയുന്നുണ്ട് and there we did it a lot, but just for place where we have to go. Then yeah. And now it was like the holidays was hitchhiking. അവർ പോയിട്ടോ നല്ല ടീം രണ്ടാളും ബെൽജിയത്തിൽ നിന്നാണ് മെഡിക്കൽ സ്റ്റുഡൻസ് ആണ് അവർ ഒരുപാട് കൺട്രീസ് കവർ ചെയ്തിട്ടുണ്ട് Hitchhiking ആണ് our main. ഹിച്ച് ഹൈക്കിംഗ് ആണ് മെയിൻ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അവർ സംസാരിച്ചു ഇന്ത്യൻ്റെ ഫുട്ബോൾ കൾച്ചർ പിന്നെ നമ്മളെ ജോഗ്രഫിക്കൽ തിങ്ങി പിന്നെ കൾച്ചർ ഓഫ് എന്താ പറയുക ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് കുറേ കാര്യങ്ങൾ ചോദിച്ചു നല്ല അടിപൊളി പിള്ളേർ കുറേ കാര്യങ്ങൾ സംസാരിച്ചില്ല കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും പറ്റും അവർക്കൊരു ഈഗോ ഇല്ല എന്ന് പറഞ്ഞത് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. ഈ ഒരു ഫുഡ് ഉണ്ടോ നമ്മളാകെ ഒരു ചെറിയൊരു ഭാഗമാണ് കഴിച്ചത് അവരെ ഫുഡ് തീർന്നിട്ട് അവർ ഇവിടുത്തെ ആൾ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ അവരോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് അവരൊരു മടി കൂടാണ്ട് വന്നിട്ട് ഈ ഫുഡ് കഴിച്ചു വേറെ ആരാ അങ്ങനെ കഴിക്കാൻ ഞാനൊന്നും അങ്ങനെ പോയി കഴിക്കൂല കേട്ടോ എനിക്കൊരു മടി ഉണ്ടാവും മടി മാത്രമല്ല നമുക്കൊരു ഇതുണ്ടാവില്ലേ അയ്യോ കൈയിട്ടതായിരിക്കും എന്നുള്ള ഞാൻ അങ്ങനെ വിചാരിച്ചോ കൈയിട്ടതായിരിക്കും എന്നുള്ള ഇതിൽ ക്യാരക്ടർ വെച്ചിട്ട് നോക്കുമ്പോൾ അവർക്ക് ഫുഡിന് അത്രയും വാല്യൂ കൊടുക്കുന്നുണ്ടാവും. അതാണ് അതെനിക്ക് മനസ്സിലായി. കാരണം അവർ ഫുഡ് ഇങ്ങനെ വേസ്റ്റ് ആക്കുന്ന രീതിയിലല്ല, മീൻസ് അവർക്ക് ആ ഒരു ഫുഡിന് ഒരു വാല്യൂ ഉണ്ട്. വലിയ ബെൽജിയം പോലത്തെ കൺട്രീസ് ആണെങ്കിലും നമുക്കൊരു ഫുഡിന് ഒരു വാല്യൂ കൊടുക്കുന്നുണ്ട്. അതാണ് എനക്കും തോന്നിയത്. സോ ഇന്ന് നമ്മളെ പരിപാടി കഴിഞ്ഞു, സെക്കൻഡ് കഴിഞ്ഞു, നാളെ ലാസ്റ്റ് ആണ്. നമ്മൾ റൂമിലേക്ക് പോവാണ്. അല്ല റൂമിൽ പോകല്ല, നമുക്ക് കുറച്ച് വെള്ളം കുടിച്ചിട്ട് റൂമിലേക്ക് പോവാം. ഇവിടെ ഡിന്നറിൻ്റെ പൈസ ഇപ്പം കൊടുക്കണം, അല്ലെങ്കിൽ എന്താണ് ഡിന്നർ ഓൾറെഡി മുന്നേ നമ്മൾ വിളിച്ചു പറഞ്ഞിട്ട് സെറ്റാക്കി കേട്ടോ. ഇവിടെ പുറത്തൊന്നും കഴിച്ചില്ല. കുസ്കുസ് നമ്മളെ വയറ് ഓൾറെഡി ഫുള്ളായി. നമ്മൾ നേരത്തെ എന്താണ് തകസൂത്തിൽ പോയിട്ട് കുറച്ച് ഫുഡ് ചെറിയ രീതിയിൽ ഫുഡ് കഴിച്ചുകൊണ്ട് ഇവിടെ ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. സോ എനിവേസ് നാളെ ഇവിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ്. സോ see you tomorrow morning. Signing off for now. Bye bye.